പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് 16 മരണം. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. സ്ഫോടനത്തിനു പിന്നാലെ ബഹുനില കെട്ടിടം ഭാഗികമായി നിലംപൊത്തി. അനുപമ ശ്രീദേവി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പമുണ്ട്. അനുപമ, പാകിസ്ഥാനിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്കൊരു സംശയത്തോടെ നോക്കിക്കാണേണ്ട ഒരു നിർബന്ധിത സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സാധാരണക്കാരായ ആളുകളാണോ ഈ കൊല്ലപ്പെട്ടത് മുഴുവൻ? ആനന്ദ്, ഈ കറാച്ചിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സോൾജർ ബസാർ എന്ന ജനസാന്ദ്രതയേറിയ മേഖലയിൽ ഇന്ന് പുലർച്ചെയാണ് ഇങ്ങനൊരു പൊട്ടിത്തെറി അപകടം ഉണ്ടായത്. ആദ്യഘട്ടത്തെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പാചകവാതക സിലിണ്ടർ പാചകത്തിനിടെ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണ ഒരു അപകടമായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തെ കണക്കാക്കുന്നത്. അതിനുശേഷം ഈ ഒരു മുകൾ നിലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. അതിനുശേഷം കെട്ടിടം ഭാഗികമായി നിലംപൊത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. ആദ്യ നിലയിൽ ഒരു 13 പേർ മരിച്ചതായിട്ടായിരുന്നു റിപ്പോർട്ടുകൾ, പ്രാദേശിക അധികൃതർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. എന്നാൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനിടെ കെട്ടിടത്തിനകത്ത് നിന്ന് 3 മൃതശരീരങ്ങൾ കൂടി വീണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടെയാണ് മരണസംഖ്യ 16 ഉയർന്നത്. ഈ 16 പേരിൽ മരിച്ച 16 പേരിൽ 7 കുട്ടികളുണ്ട്. ഒരു 2 വയസ്സുള്ളൊരു കുട്ടി ഉൾപ്പെടെ 7 കുട്ടികളാണ് മരിച്ചത്. ഈ റമദാൻ നോമ്പ് തുറയാണ്. ഇന്ന് നോമ്പ് തുറക്കുന്ന ദിവസമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പാചകത്തിനിടെ കെട്ടിടത്തിന് മുകൾ നിലയിലുണ്ടായിരുന്ന ഒരു മുറിയിൽ നിന്ന് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചതായിട്ടാണ് നിഗമനം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ സുരക്ഷ സംബന്ധിച്ചും ഒരു പൊട്ടിത്തെറിക്ക് പിന്നാലെ കെട്ടിടം ഏകദേശം പൂർണ്ണമായി തന്നെ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടത്തിന്റെ സുരക്ഷയെക്കുറിച്ചും എങ്ങനെയാണ് ഈ സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള സാഹചര്യത്തെക്കുറിച്ചും എല്ലാം ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. പകലും ഈ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. അതായത് കൂടുതൽ പേർ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കാനുള്ള സാഹചര്യം പരിഗണിച്ച് ആ ഒരു സംശയത്തിന്റെ പേരിൽ പകലും തിരച്ചിൽ പുരോഗമിക്കുകയാണ്.